അവധി ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉണരുന്നു. ക്രിസ്മസ്, പുതുവത്സര അവധി ദിവസങ്ങളിലായി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാണുന്നതിനും ആസ്വദിക്കുന്നതിനുമായി ആയിരക്കണക്കിന് സന്ദർശകരാണ് ജില്ലയിലെത്തുന്നത്. ഇതോടെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് തകർന്ന ടൂറിസം മേഖല വീണ്ടും സജീവമായി. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം കൂടുതൽ സന്ദർശകർ എത്തിയത് വിനോദസഞ്ചാര മേഖലയ്ക്ക് ആശ്വാസമായി. ജലസേചന വകുപ്പിന് കീഴിലുള്ള കാരാപ്പുഴ ഡാം, KSEBിക്ക് കീഴിലുള്ള ബാണാസുര സാഗർ ഡാം എന്നിവിടങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ 4000-ലേറെ പേരാണ് എത്തിയത്. DTPCയുടെ പ്രധാന കേന്ദ്രമായ പൂക്കോട് തടാകത്തിൽ കഴിഞ്ഞ 4 ദിവസങ്ങൾ കൊണ്ട് സന്ദർശനം നടത്തിയത് 20,000-ലേറെ പേരാണ്. 24-ാം തീയതി 4,673 പേരും 25, 26, 27 തീയതികളിൽ 5,000-ലേറെ പേരുമാണ് പൂക്കോട് തടാകത്തിലെത്തിയത്. എടക്കൽ ഗുഹയിൽ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി 7,680 പേരെത്തി. DTPCയുടെ കീഴിലുള്ള ഹെറിറ്റേജ് മ്യൂസിയം, ചിങ്ങേരിപ്പാറ, ബത്തേരി ടൗൺ സ്ക്വയർ, കാന്തമ്പാറ വെള്ളച്ചാട്ടം, കുറുവാദേവ, പഴശ്ശി മ്യൂസിയം തുടങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായി സന്ദർശകരുടെ എണ്ണവും വർദ്ധിച്ചു. ശനി, ഞായർ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും കൂടുതൽ പേരെത്തും. വിനോദസഞ്ചാരികൾ എത്തിയതോടെ വ്യാപാര സ്ഥാപനങ്ങളിലും കച്ചവടം വർദ്ധിച്ചു. റിസോർട്ടുകൾ, ഹോം സ്റ്റേ, വില്ലകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ അവധി ആഘോഷിക്കാൻ എത്തിയവരുടെ എണ്ണവും വർദ്ധിച്ചത് ഈ മേഖലയിലുള്ളവർക്കും ഉണർവ് നൽകി. ജനം, വയനാട്.